ഈ ശശി തരൂർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനി അദ്ദേഹത്തിന് അറിയാം ഇനി കോൺഗ്രസിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കില്ലെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയറാം രമേശ് അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു. അതായത് ശശി തരൂർ പോയി ഇപ്പോഴത്തെ മോദിയുടെ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പണ്ട് UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ഇത്തരത്തിൽ വിജയങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ലോകരാജ്യങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ശശി തരൂർ പറയുന്നത് അതൊക്കെ ഇപ്പോൾ എന്തിനു പറയുന്നു, ഇപ്പോൾ ഇതാണല്ലോ പ്രധാനം. അതുകൊണ്ട് ശശി തരൂർ ആരെയും വകവയ്ക്കാതെ ശക്തമായ ഭാഷയിൽ ഇവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മോദിയും വളരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിന് വലിയ സ്ഥാനമാനങ്ങളടക്കം മോദി നൽകാൻ തയ്യാറുമാണ്. ഇനി ശശി തരൂരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനഭിമതനായി കഴിഞ്ഞു. എങ്ങനെ കാണാം അതിനെ? അല്ല, കോൺഗ്രസ്സിൽ നേരത്തെയും ശശി തരൂർ അനഭിമതനാണ്. കാരണം അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം മുതൽ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ അനഭിമതൻ തന്നെയാണ്. അങ്ങനെ മത്സരിക്കാനുള്ള ധൈര്യമൊന്നും കോൺഗ്രസ്സിൽ ഒറ്റ നേതാവിനുമില്ല. അത് ശശി തരൂരിനുണ്ടെന്ന് അദ്ദേഹം കാണിക്കുകയും അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള രീതിയിൽ വോട്ട് നേടാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ബലം യഥാർത്ഥത്തിൽ ഈ ഗാന്ധി കുടുംബം തിരിച്ചറിഞ്ഞു. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ സോണിയാഗാന്ധിയും തിരിച്ചറിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് അതിനകത്ത് കൂട്ടേണ്ട കാര്യമില്ല, അവർക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കാര്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ അയാളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കാലഘട്ടത്തിലാണ് നേരത്തെയുള്ള പരിപാടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴും ഇയാൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുള്ള് തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ശശി തരൂരിൻ്റെ ഒരു സ്റ്റാച്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ഉന്നതമായ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എന്ന നിലക്ക് ലോകത്തുള്ള എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, ഭാഷാ പണ്ഡിതൻ എന്ന നിലക്ക്, അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് BJPയുടെ പൊളിറ്റിക്സ് പ്രത്യയശാസ്ത്രപരമായിട്ട് എതിർക്കാനായിട്ടുള്ള കഴിവ്, ഹിന്ദുത്വത്തെ ശരിയായിട്ടുള്ള രീതിയിൽ വെല്ലുവിളിക്കാനായിട്ടുള്ള കഴിവ്, ഇങ്ങനെ പല രീതിയിലും നമ്മൾ നോക്കുന്ന സമയത്ത് ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർക്കൊരു തരം അസൂയയും അങ്ങനെ. അതെ, മാത്രമല്ല എന്താണ്, രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതാവ്. രാഹുൽ ഗാന്ധിക്ക് മുകളിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാച്ചർ കാണിക്കുന്നതിൻ്റെ ഫലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഇദ്ദേഹത്തിനോട് ഒരുതരം അസൂയാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള മറ്റുള്ള കെ സി വേണുഗോപാലൊക്കെ വളരെ ചെറിയ എന്താണ് ലോ പ്രൊഫൈലുള്ള മനുഷ്യരാണ്. അയാൾ വെറുതെ ഇയാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരൊക്കെ ഇയാളോടുള്ള പറഞ്ഞത് ആ വിധത്തിലല്ല കമ്പയർ ചെയ്ത്. അതായത് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരങ്ങൾ നേടിയെടുത്ത് രണ്ടാമനായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ കഴിവിലല്ല. അപ്പോൾ ആ സ്ഥാനം പോകുമോ? കാരണം ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അവിടേക്ക് കയറി വന്നാൽ തൻ്റെ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി. അത് നമ്മളിപ്പോൾ ഈ ശശി തരൂരിൻ്റെ MP ഓഫീസ്, അയാളുടെ പാർലമെൻറ്റിലുള്ള അയാളുടെ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഓഫീസ് നമ്മൾ പരിശോധിച്ചാൽ ശശി തരൂരിനേക്കാൾ വളരെ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ഓഫീസിൽ നിന്ന് ഞാനൊക്കെ ഓഫീസിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണെന്ന് പറയാം. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ള ആളുകളെ ഓഫീസിൽ വെച്ചിരിക്കാൻ. പക്ഷേ ആ കൂട്ടത്തിൽ എന്താണ് വളരെ ലോ പ്രൊഫൈലുള്ള ചില കോൺഗ്രസ്സുകാർ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലരും വരുന്ന സമയത്ത് അവർക്കൊന്നും ഇതായിട്ടൊന്നും പൊരുത്തപ്പെടാനോ പരിചയപ്പെടുവാനൊന്നും കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോ പ്രൊഫൈലായിട്ടുള്ള കുറച്ച് ചില കോൺഗ്രസ്സുകാർ അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് IAS സ്റ്റാച്ചറിന് മുകളിലുള്ള സെക്രട്ടറിമാരാണ് ഇയാൾക്കുള്ളത്. ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് പല ഇടങ്ങളുമായിട്ട് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, കോൺഗ്രസ്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അപ്പം അതിനൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു ഓഫീസാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തിനോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് തല്ലിപ്പൊളിച്ച് പുറത്താക്കി അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സിനറിയാം, BJPക്കും അറിയാം. ഇപ്പോൾ BJP അതിനകത്ത് വളരെ ടാക്റ്റിക്കലായി തന്ത്രപരമായിട്ട് എടുക്കുന്ന സമീപനം എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ നല്ല ഒരു ഉപകരണമാണ്. അത് BJPക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യാം. അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുദ്ധം നടക്കുകയും യുദ്ധത്തിന് ശേഷമുള്ള ഈ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും ഇയാളെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ നിരവധി വർഷം പ്രവർത്തിച്ച് അനുഭവത്തിന് പ്രജ്ഞനായ ഒരു മനുഷ്യൻ, എല്ലാ രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നവരാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൗത്യ സംഘത്തിൻ്റെ നേതാവായിട്ട് പല സ്ഥലത്തേക്കും വിടുന്നു. അയാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. അമേരിക്കയിൽ പോയി അത് ഗൗരവമായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അമേരിക്ക എങ്ങനെയാണ് ഇതിനോട് സമീപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും സ്ട്രാറ്റജിക്കലായിട്ട് ഇതിനെ അവഗണിക്കാനുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അല്ലാണ്ട്
ഇവിടുന്ന് പോയ സംഘത്തിൻ്റെ വലിയ അവതരണവും പ്രകടനങ്ങളും ഒന്നും അവരെ കാര്യമായി സ്വാധീനിച്ചില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മനഃപൂർവ്വമാണ് അത്, സ്വാധീനിക്കാനിട്ടല്ല. വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തെങ്കിലും അതിനെ പതുക്കെ അവഗണിക്കുന്നൊരു ടാക്ടിക്സാണ് അമേരിക്ക എടുത്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ട്രംപിൻ്റെ പോളിസിയുടെ ഭാഗം കൂടി ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യക്കുണ്ടായിരുന്ന സ്റ്റാൻഡ് എന്താണ് എന്നും ഇന്ത്യ എത്ര നീതിപൂർവമായി പ്രവർത്തിച്ചിരിക്കുന്നു ബോധ്യപ്പെടുത്തലായിരുന്നു ശശി തരൂരിൻ്റെ സംഘത്തിന് ഉള്ള ഒരു അജണ്ട അതായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചു. ഇങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് നമ്മളുടെ കോൺഗ്രസ് നേതാക്കളെയെല്ലാം അസ്വസ്ഥരാക്കി മാറ്റി. അവർ പറഞ്ഞ നേരത്തെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദൗത്യ സംഘങ്ങൾ പോയിട്ടുണ്ട്. അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമുക്കങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നാണ് ശശി തരൂരിനോട് ചോദിക്കും. പക്ഷേ ശശി തരൂരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇതാണ്. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണത്തിൻ്റെ അടിവര എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൺഗ്രസും അതേപോലെ ശശി തരൂരും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ആ ബന്ധം കൂടുതൽ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോശമായി വന്ന് ഇയാൾ വിട്ടുപോരും അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കും എന്ന ഒരു മുഹൂർത്തം എത്തുമ്പോൾ BJP അതിൽ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് അയാൾക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളൊക്കെ നൽകി ചിലപ്പോൾ അവർ അയാളെ എടുത്തേക്കാം. ഈ ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും കോൺഗ്രസ് അഭിമുഖീകരിക്കുക? അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. എന്തായിരിക്കും അവരുടെ ഒരു തീരുമാനം എന്നാണ് തോന്നുന്നത് സാറിന് തോന്നുന്നത്? അതായത് ഇതിലിപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് അടക്കം KC വേണുഗോപാലിനടക്കം ആർക്കും ശശി തരൂരിനോട് താല്പര്യമില്ല. കാരണം ഒന്നീ പറഞ്ഞതുപോലെ തങ്ങളെക്കാൾ കഴിവുള്ള ഒരാൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ശശി തരൂർ. സ്വാഭാവികമായിട്ടും അദ്ദേഹം AICCക്ക് കോൺഗ്രസിന് അനഭിനന്ദനാവുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ മോദി ഒരു നല്ലൊരു സ്ഥാനം നൽകി അദ്ദേഹത്തെ സ്വീകരിക്കും. ഒരു കേന്ദ്രമന്ത്രിയോ ഉപരാഷ്ട്രപതിയോ അതിലേക്കൊക്കെ എത്തിപ്പെടാം. അത്തരത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നൽകും. അത് BJPക്കും നേട്ടമാണ്. കാരണം ശശി തരൂരിന് സ്ഥാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അല്ലേ, നിരോധന നിയമപ്രകാരം തിരുവനന്തപുരത്ത് ഇലക്ഷൻ വേണ്ടിവരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ അധ്യക്ഷനായി നിൽക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തുടങ്ങി. അദ്ദേഹം കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. തിരുവനന്തപുരത്ത് ശശി തരൂർ അല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, വേറൊരു നല്ലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ 10-15,000 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയും. അപ്പോൾ BJPക്ക് അവിടെ ഒരു സീറ്റ് കിട്ടും, മറ്റൊരു MP കൂടി BJPക്ക് കിട്ടും. ഒപ്പം ശശി തരൂരിനെ പോലെ ലോക അറിയുന്ന ഒരു നേതാവിനെ കൂടി BJPക്ക് കിട്ടും. അപ്പോൾ BJPക്ക് അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് BJPയുടെ ഒരു ഇപ്പോഴത്തെ ആങ്കറിങ് ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് ഒന്ന്, ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് നടത്തി BJPയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്, ശശി തരൂർ മത്സരിച്ച് ജയിച്ച തിരുവനന്തപുരം ചന്ദ്രശേഖരന് വേണ്ടി വഴിയൊരുക്കി അദ്ദേഹത്തെ MP ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, അതായത് 2 MPമാരെ ഒരേ സമയത്ത് ആ പാർട്ടിയുടെ ഭാഗമാക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ടാക്ടിക്സ് അതിനകത്തുണ്ട്. അത് വലിയ നേട്ടമായിരിക്കും. കാരണം കേരള പൊളിറ്റിക്സിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിട്ട് വരും. കാരണം ഇപ്പോൾ എന്താണ്, സുരേഷ് ഗോപിയുണ്ട്, ചന്ദ്രശേഖരനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൻ്റെ മേൽ നന്നായിട്ട് പിടിമുറുക്കാനായിട്ട് BJPക്ക് കഴിയും എന്നായിരിക്കും അവർ കണക്കൂട്ടുന്നത്. കാരണം അവരിങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. നോക്കാം. അത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.